ഇതൊക്കെയാണ് ട്രക്കിങ്. വെൽക്കം ബാക്ക്, ഷെബിയാണ്. അപ്പം ഇന്ന് രാവിലെ തന്നെ നീച്ചപ്പോൾ നല്ല മഴ. ഞാൻ കുറച്ച് പ്ലാനിങ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇന്ന് വയനാട് പോകണമെന്ന് എഴുതിയിട്ടുണ്ട്. അതേമാതിരി അവിടെ ഇറങ്ങി തിരിഞ്ഞിട്ട് വരണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കണുണ്ടെങ്കിൽ മഴ ചെയ്തെന്നാണ് അതൊരു കൊളാക്കി. പിന്നെ ഇന്ന് ഞായറാഴ്ചയാണല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിയും വേണ്ടിട്ട് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. ഞാനും മുത്തും അമ്മായിൻ്റെ കുട്ടിയുമാടെ കൂടിയാണ്ട് ആമസോൺ വ്യൂ പോയിന്റ് പോയി. ഇന്നത്തെ വീഡിയോ നടന്നായി കിടന്ന് എഴുതിയ നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങി. പക്ഷെ എന്താ അതിൻ്റെ ഇടയിൽ ഇൻ്റർ പറയാൻ മറന്നുപോയി. നമുക്ക് പൊതുവേ ഉള്ളതാണ് അത്. നമ്മൾ വീഡിയോ എടുത്ത ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോവും. ഇൻ്റർ ഒക്കെ പിന്നെ നോക്കുള്ളൂ. അപ്പോൾ അതിന് ചെറിയ നമ്മൾ പറ്റി. അപ്പോൾ എന്തായാലും വീഡിയോ ഉഷാറായി കാര്യങ്ങളൊന്ന് കണ്ടു നോക്കി. നിങ്ങൾക്കധികം ഡയലോഗൊന്നുമില്ല അതിൽ. ഓഫ് റോഡാണ് ഗൈസ്. നമ്മളും കയറിയതിന് ആമസോൺ വ്യൂ പോയിന്റിൽ കയറാണ് നമ്മൾ. അങ്ങനെ ട്രക്കിങ് ഒരു 1.5 കിലോമീറ്ററോളം ഇനി നടക്കാണ്ട്. എന്താ രസല്ലേ. നടന്നിട്ടാണ്ട് എത്തില്ലല്ലോ, നടന്നിട്ടാണ്ട് എത്തുന്നില്ലല്ലോ അറിയാ. പാഷൻ പ്രോക്ക് അതാടാ ഓഫറോടെ കയറിനെ. ആമസോൺ വ്യൂ പോയിന്റില് കോടയാണ്. കോട അടിച്ചു എന്ത് ഇത് ഓവർ ആയിട്ടില്ല കേട്ടോ. ഞാൻ വിചാരിച്ചത്ര കോടൻ കേട്ടോ ഇവിടെ മൊത്തം. എന്ത് കയറി 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 രസമുണ്ടെങ്കിൽ അങ്ങനെ പോവാ. നമ്മളെപ്പോഴും ആൾക്കാർ കഴിഞ്ഞുണ്ട്. ഇപ്പം ഫുൾ ആക്റ്റീവ് ആണല്ലോ. നമ്മൾ കൊയങ്ങി തകർന്ന് നിൽക്കുമ്പോൾ നല്ല ഷാറായിട്ട് ഓടുന്നുണ്ടല്ലോ. അല്ല ഇനിയിപ്പോ ഇവിടെ തിരിച്ചിറങ്ങണ്ടേ? അട്ടല്ല, അട്ടപരിപാടിയില്ല. അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ചോര ഇങ്ങനെ പോകുമ്പോ അറിയാം. തപാര് കയറ്റാണ്, വെള്ളം കഥ പോകുന്നു. അതപ്പോൾ ഒരു മണ്ടത്തരം കട്ടി. ഇവിടെ നമ്മളിപ്പോൾ ഉള്ള ടീമാണ്.
ഒക്കെ ആടി പാഞ്ഞു വരുന്നുണ്ട്. ആരാ ഇതാണ് ആമസോൺ വ്യൂ പോയിന്റ്. കാറ്റൊക്കെ വന്നു തുടങ്ങി. ട്രക്ക് ചെയ്ത് പോകുന്ന സുഖം വേറെ. അവിടെ നിന്നിട്ട് ജീപ്പ് സർവീസ് ഉണ്ട്. ഒന്ന് കുറച്ചിങ്ങോട്ട് ജീപ്പ് കയറി വരും. പിന്നെ കുറച്ചങ്ങോട്ട് നടന്നു പോകണം. വന്നു കഴിഞ്ഞാൽ അടുപ്പത്തെ കോടമടിയാണ്. നമ്മളിപ്പം കുറച്ച് ഫാമിലിയൊക്കെ വന്നേ. ഞാൻ കിടക്കുണ്ടാകെ. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് കയറി പോകണ്ട്. ഇതായാലും നല്ല രസമല്ല പയ്യാണേ. കത്തിച്ചിട്ടൊന്നും പറയാൻ കഴിയണില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ജീപ്പ് ഇറങ്ങിയതിന് ശേഷം 1 കിലോമീറ്റർ അല്ലെങ്കിൽ 1.5 കിലോമീറ്റർ നമുക്ക് കഷ്ടിച്ചിന് കയറി പോകാണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല കാറ്റാണ്. ഇറങ്ങാൻ വലിയ പണിയൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ വന്നോ ഒരു കാര്യമായിട്ട് ഇങ്ങനെ ഹായ് അപ്പോൾ ഇതൊക്കെയാണ് ട്രക്കിങ്. നാളെ കാക്കൂലി ഏക്കാരം കാലുവേദന. മേലോട്ട് കയറണമെങ്കിൽ ഇങ്ങോട്ടത്തേലും ഉണ്ടാവോ? എന്താടാ കൊയിച്ചടിച്ചുണ്ടോ? ഉണ്ടെന്തേലോടെ അല്ലേ? കയറന്നെ. നമ്മൾ ടോപ്പിലെത്തി. ആ ഇടക്കും കിട്ട കയറിയ മഴക്ക് കൊണ്ടുപോവാ. ചെറുതായിട്ട് ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. മുത്തു ഫോട്ടോഗ്രാഫി ആവശ്യമുള്ളവർ പറയാം. താഴെ നമ്പർ കൊടുക്കണ്ടേ. എന്താ എൻ്റെ ഓട്ടോ പറയാം. ചെറുക്കന്നെ അവിടൊക്കെ പോയി തുടങ്ങി. നോക്കിയും കണ്ടൊക്കെ നടന്നോ. ഓഫ് റോഡ് പണിയായി. ഓഫ് റോഡ് പണിയായി. ഓഫ് റോഡ് പണിയായി അറിയാം. തിരൂരങ്ങാടിയാണല്ലോ വണ്ടി.
അടുത്ത പ്രാവശ്യം നമുക്ക് ഇതേമാതിരി വരാൻ നോക്കണം. സംഭവം എന്താ വെച്ചാൽ നമ്മുടെ അടുത്ത് ഇതേമാതിരിക്കത്തെ ഒരു 4-wheel ഡ്രൈവ് വാഹനം ഇപ്പം നമ്മളെ കയ്യിലില്ല. അതാണ് പ്രശ്നം. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം നമ്മൾ ഇതേമാതിരി വരും. ഇതിന് പണിയൊന്നുമില്ല. ആർക്ക് വണ്ടി ഉണ്ടെങ്കിൽ ഇങ്ങനെ കയറി പോരാ. പരിപാടി കഴിഞ്ഞ് ഇനി തിരിച്ചു പോവാ.